അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. അൻസിബ വളരെ സത്യമുള്ള ഒരു കുട്ടിയാണ്. ദുബായ് പോയപ്പോ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തൊട്ട് ഉള്ള അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ അറിയാം. അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. വിവാദം ഇങ്ങനെ വന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ടിനി ടോമിന്റെ മകനും ഇപ്പോൾ എയറിലാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, അമ്മ എന്ന സംഘടനയും ഇപ്പോൾ എയറിലാണ്. ഇവിടെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, എന്തുകൊണ്ടായിരിക്കും പുതിയ പ്രസിഡന്റായിട്ട് ശ്വേതാ മേനോനെ തിരഞ്ഞെടുത്തത്? ഏത് രീതിയിലാണ് അങ്ങനെ തിരഞ്ഞെടുപ്പ് വന്നത്? ഇതെല്ലാം അതിജീവിതയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് വന്നത്, ഒരു സ്ത്രീ അമ്മയുടെ പ്രസിഡന്റ് ആവുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. എന്നാൽ ഒരു സ്ത്രീ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് അമ്മയിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ കയറിയ അധിക്ഷേപവാക്കുകളും അതുപോലെ തന്നെ കയ്യേറ്റം ചെയ്യാൻ വരുന്നു എന്നുള്ള കേസൊക്കെ ഉടലെടുക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ചോദിക്കാനുള്ളത്, പിന്നെ എന്തിനൊരു സ്ത്രീയെ ഈ പൊസിഷനിലേക്ക് തിരഞ്ഞെടുത്തു? അവിടെയൊക്കെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി വളരെ പരാജയമാണെന്ന് തന്നെ പറയാം. അത് നമുക്ക് കാണാൻ തന്നെ കഴിയുന്നുണ്ട്. പല കാര്യങ്ങളും ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി അറിയുന്നത് പോലും ഇല്ല. അതുപോലെ തന്നെ ഒരാളെ അവിടെ പിരിച്ചു വിട്ടിട്ട് പോലും ഈ പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. അത് എന്തിനാണെന്ന് പ്രസിഡന്റിന് അറിയത്തില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്കേറെയുള്ള കംപ്ലൈൻറ്റ് വന്നിട്ട് പോലും അവിടെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്താണ് മറ്റൊരിക്കുന്നതും ഒരു സ്ത്രീ ഇരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഒരു വ്യത്യാസം തോന്നില്ല. ഒരു ഡമ്മിയായിട്ടാണ് ഇപ്പം നമുക്ക് പ്രസിഡന്റിനെ കാണാൻ കഴിയുന്നത്. അവിടെയൊക്കെ ആരോപണം ഉന്നയിച്ച ടിനി ടോമിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രസിഡന്റായ ശ്വേത ഇപ്പം നടക്കുന്നത്. അതിലൊരു ആക്ഷനും എടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവർ ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത്? അതുല്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് ഹാളിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു, കുമ്പളങ്ങി വീണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അൻസിബ ഹസനെ കുറിച്ച് വളരെ മോശമായിട്ട് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട് അൻസിബ ബോധം കെട്ട് താഴെ വീഴും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ അൻസിബ ഒരിക്കലും ഈ ലെറ്റർ വായിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? വിവാദങ്ങളൊന്നും ഇതിൽ പ്രശ്നമല്ല, പ്രശ്നങ്ങളൊന്നും കണ്ണിലെന്ത് വിവാദാടാ? അല്ല, അതല്ലേ പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ തുടരുന്നു. ജോലി ചെയ്യാം. വിവാദം ഇങ്ങനെ വന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഇതുപോലെ അമ്മയിൽ നിന്നും പുറത്തുപോയ സ്ത്രീകളെ തിരിച്ച് അമ്മയിലേക്ക് കൊണ്ടുവരുമെന്നും ഈ ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. പിന്നീട് പലർക്കും അത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യിച്ചു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവിടെ പ്രശ്നം എന്ന് പറയുന്നത് ടിനി ടോമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, കളിയാക്കലുകൾ, സ്ത്രീകളോട് ബഹുമാനമില്ലാതെയുള്ള സംസാരം, ഒരുപക്ഷെ ഒരു കൊമേഡിയൻ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കാം. പക്ഷേ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ പല എക്സാമ്പിളും കണ്ടിട്ടുണ്ട്. ഒരു അമ്മയിലെ ഒരു അംഗം ഇലക്ഷൻ മത്സരിച്ചതിന് ശേഷം തിരിച്ച് അമ്മയിലേക്ക് വന്നപ്പോൾ അവരെ കളിയാക്കുന്ന രീതിയിലുള്ള സംഭാഷണം. ഇത് നോക്കിയിട്ട് പോയാൽ മതി, കാരണം ഇത് ഞങ്ങളുടെ MLA. അതൊക്കെ അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും കണ്ടു നിൽക്കുന്നവർക്ക് അത് എൻജോയ്മെന്റ് ആയിട്ട് തോന്നുന്നില്ല. ഇവിടെയൊക്കെ എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഇപ്പം പൊങ്ങി വന്നതുകൊണ്ട് തന്നെ ടിനി ടോമിന്റെ മകനും ഇപ്പോൾ എയറിലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കഞ്ചാവ് കേസിൽ അറസ്റ്റില്ല എന്നും പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നിരുന്നു. എന്നാൽ ടിനി ടോമിന്റെ മകൻ കഞ്ചാവ് യൂസ് ചെയ്തില്ല. അതുപോലെ തന്നെ അതിന്റെ എമൗണ്ട് കുറവായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ടിനി ടോമിൻ്റെ ഈ വിഷയം വന്നപ്പോൾ അതെല്ലാം പൊങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ടിനി ടോമിൻ്റെ മകൻ പരസ്യമായിട്ട് തെറി വിളിക്കുന്നതും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടിനി ടോമിനും മകനും കഷ്ടകാലമെന്ന് തന്നെ പറയാം. ടിനി ടോമിനെതിരെ അൻസിബ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. പരാതി നിലനിൽക്കുമെന്നാണ് നിയമോപദേശം. നീനാക്കുരുപ്പ് അടക്കമുള്ളവരെ സാക്ഷിയാക്കും. റംഷ CP ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റംഷ CP, ഗുഡ് മോർണിംഗ്. റംഷ, അൻസിബ വിടുന്ന മട്ടില്ല. കാര്യം അൻസിബയെ വളരെ മോശമായി പല രീതിയിലും പല ആളുകളിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചു. ടിനി ടോം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണോ? ഇന്നലെ നമ്മളുമായി സംസാരിക്കുമ്പോഴും അൻസിബ പറഞ്ഞു നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. അൻസിബ ആ വഴിക്ക് തന്നെയാണോ? ഇത് കുറച്ച് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു.
പറയായിരുന്നു. കാരണം പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ആക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് തെളിവുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നീനാക്കുറുപ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടതാണ് അൻസിബ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ കേട്ടതാണ്. അതുപോലെ തന്നെ അൻസിബ ഡ്രൈവറെ മതം മാറ്റിച്ചു എന്ന നിലയിലും ടിനി ടോം പറഞ്ഞതായിട്ട് നീനാക്കുറുപ്പ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതല്ല നീനാക്കുറുപ്പിൻ്റെ പരാതിയിലും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെയൊക്കെ അതൊക്കെ മൂടി വെച്ച് അമ്മയുടെ പ്രസിഡന്റ് എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ല. എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ സംഘടന തുടങ്ങിയെന്നും ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും അൻസിബ പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഇതൊക്കെ നിർത്തി അങ്ങ് ഒഴിഞ്ഞു പോകാനായിരുന്നു അൻസിബ ഇരുന്നത്. എന്നാൽ പ്രശ്നം രൂക്ഷമാക്കിയത് ലക്ഷ്മിപ്രിയ തന്നെയാണ്. ലക്ഷ്മിപ്രിയ ഒരു കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അൻസിബ ഇതെല്ലാം തുറന്നു പറയേണ്ട ആവശ്യകത വന്നതും ടിനി ടോമിനെതിരെ നിയമപരമായിട്ട് അൻസിബ മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാക്കിയതും. അതുതന്നെയാണ് ഇപ്പോൾ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് നടൻ ടിനി ടോമിനെതിരെ അൻസിബ ഉയർത്തിയിരുന്നത്. ഇന്നലെ ഡോക്ടർ അരുൺകുമാറിൻ്റെ കോഫി വിത്ത് അരുൺകുമാർ ഷോയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വീണ്ടും അൻസിബ ആവർത്തിക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അൻസിബ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻസിബയ്ക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് അൻസിബ വെളിപ്പെടുത്തിയത്. അതിൽ ജിഹാദി പരാമർശം ഉൾപ്പെടെ ഉണ്ടായി എന്നതാണ് ഗുരുതരമായ കാര്യം. ടിനി ടോമിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ മതം മാറ്റുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചു എന്ന നിലയിൽ ടിനി ടോം പ്രചരണം നടത്തി എന്നതാണ് അൻസിബ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിലാണ് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ അൻസിബ തയ്യാറാവുകയും ചെയ്യുന്നത്. ടിനി ടോം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം. കാരണം ഇതൊന്നും കുറഞ്ഞ കാര്യമല്ല. ഒരാൾക്കാരെ കള്ളപ്രചരണം നടത്തുന്നതോ ഇല്ലെങ്കിൽ അതുപോലെയല്ല ഇക്കാര്യങ്ങൾ. മതപരിവർത്തനം നടത്തുകയാണ് അൻസിബ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ടിനി ടോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റം തന്നെയാണ്. കാരണം അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ, അതും മാരേജ് പോലും ചെയ്യാത്തൊരു പെൺകുട്ടിയെ വളരെ മോശമാക്കി കാണിക്കാനുള്ള ഒരു തന്ത്രപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നീനാക്കുറുപ്പ് കേട്ടത് കൊണ്ട് മാത്രമാണ് ഇക്കാര്യങ്ങൾ അൻസിബ അറിഞ്ഞത്. അല്ലാത്ത പക്ഷം ആരോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പറഞ്ഞോ ഇല്ലയോ എന്ന് ഇപ്പോഴും തീർച്ചപ്പെടുത്തിയിട്ടില്ല. പറഞ്ഞെന്നാണ് നീനാക്കുറുപ്പ് തന്നെ പറയുന്നത്. അത് താൻ കേട്ടു എന്നുമാണ് പരാതിയിൽ തന്നെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ സാക്ഷിയുള്ളതും വ്യക്തമായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അൻസിബ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടിനി ടോമിനെതിരെ കേസെടുക്കും. അതിനൊരു സംശയമില്ല. അൻസിബ ഒരു വക്കീലുമായി കൂടിക്കാഴ്ച നടത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അക്കാര്യത്തിൽ ഒരു നിയമോപദേശവും അൻസിബയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജിഹാദി പരാമർശത്തിൽ കേസ് നിലനിൽക്കുന്നതാണ്, ആ പരാതി നിലനിൽക്കുന്നതാണ് എന്ന നിയമോപദേശമാണ് ഇപ്പോൾ അൻസിബയ്ക്ക് ഏതായാലും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു നിയമ നടപടിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് അൻസിബയുമായി സംസാരിച്ചിരുന്നു. വക്കീലുമായി ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അൻസിബ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ അൻസിബ ഓക്കെ, താങ്ക് യു റംഷ. ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു, അൻസിബയ്ക്ക് ഐക്യദാർഢ്യം. അൻസിബയ്ക്ക് ഉടനെ തന്നെ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാവണം. അൻസിബയോട് എന്തായാലും പ്രേക്ഷകർ നിൽക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അമ്മ സംഘടന നിൽക്കുമെന്ന് അറിയത്തില്ല. അമ്മ സംഘടന അൻസിബയോട് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പുറത്തു പോയാനെ. എന്നാൽ ടിനി ടോം ഇപ്പോഴും അവിടെ ചിരിച്ച് കളിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കുന്നൊരു വിഷയമല്ല. കാരണം പവർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനും ഇങ്ങനെ നടക്കുന്നതെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. അത് നമുക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നതാണ്. അവിടെയൊക്കെ അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ്. അൻസിബയ്ക്ക് മാത്രമല്ല ഇങ്ങനെ മോശം അനുഭവം ഉള്ളത്, പല നടിമാർക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അമ്മ എന്താണ് നിലപാടെടുത്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് പല നടിമാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അമ്മ താരസംഘടനയിൽ കുറച്ചധികം ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാധ്യമങ്ങൾ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുകയാണ്. മാത്രമല്ല ഓരോ ദിവസങ്ങളും പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മുൻപേ അറിഞ്ഞിരുന്നോ? നേരത്തെ അറിയാമായിരുന്നു. അൻസിബയുമായിട്ടൊക്കെ നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ വിഷയമൊക്കെ അൻസിബ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ള അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ അറിയാം. 2 ഗ്രൂപ്പാണെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചു. ഇപ്പം 3 ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. ശ്വേതാ മേനോൻ, ടിനി ടോം, പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ്, കുക്കു പരമേശ്വരൻ, നീനാക്കുറുപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജയനും ജോയ് മാത്യു, അവർ വേറൊരു ഗ്രൂപ്പ്. ഇതിനു മുമ്പും അമ്മയിൽ ഗ്രൂപ്പ് കളിയായിരുന്നെന്ന് പറയുന്നത് കേട്ടു. അത് കുറേ പുരുഷന്മാരായിരുന്നു, പുരുഷ ഗ്രൂപ്പ് ആയിരുന്നു എന്നൊക്കെ ആയിരുന്നു പറയുന്നത്. എന്നാൽ ഇപ്പം പുരുഷന്മാർ മാറി കുറേ സ്ത്രീകളായ ഗ്രൂപ്പുകളായിട്ടുള്ളത്. കാരണം എല്ലാം സ്ത്രീകൾ തന്നെയല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുശേഷം അവരുടെ പ്രധാന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണോ എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. പലരും പലരെക്കുറിച്ചും അങ്ങ് അവീത കഥകൾ ഉണ്ടാക്കുക, അത് സ്പ്രെഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഇപ്പം നേരത്തെ ഇത്രയും അവീത കഥകൾ ഇല്ലായിരുന്നു. നേരത്തെ ഇത് രഹസ്യമായിട്ടൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ
ഇപ്പോൾ അതൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയാനും തുടങ്ങിയിരിക്കുന്നു. അതാണ് വ്യത്യാസമായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ അൻസിബയുടെ കാര്യവും. അൻസിബ കുറച്ച് സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കാം അൻസിബയ്ക്കെതിരെ ഒളിഞ്ഞാക്രമണം തുടങ്ങിയത്. അവിടെ ആദ്യം അവിഹിതമായിരുന്നു പറഞ്ഞത്, പിന്നീട് ഒറ്റപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതും അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് പറയുന്നത്, മറ്റാരുമല്ല, വ്യാജവാർത്തയൊന്നും അല്ല. അവർ തന്നെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയുകയാണ്. എന്നോടും പറഞ്ഞു, നീനാക്കുറുപ്പ് സാക്ഷിയാണ് കേട്ടത്, പിന്നെ അൻസിബ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നെയും വിളിച്ചു. എന്നെ അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ജനറൽ ബോഡിക്ക് പറയണമെന്ന് ഒരു അംഗമെന്ന നിലയ്ക്ക് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് സംഘടനയിലാണ്. അപ്പോൾ സംഘടനയിലേക്ക് ഞാൻ പറയാനായിട്ട് ജനറൽ ബോഡിക്ക് പറയാനിരിക്കുകയാണ്. എന്നെയും പറഞ്ഞു ജിഹാദിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആരാണ് പറഞ്ഞതെന്നും ഇത് ആരാണ് പറഞ്ഞതെന്നും ഒക്കെ ഞാൻ ജനറൽ ബോഡിക്ക് പറയും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഭാരവാഹിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുടുംബ സംഗമത്തിന് ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോൺസർഷിപ്പ് വന്നപ്പോൾ അവിടെ പറഞ്ഞു, ഒരു മതത്തിൻ്റെ ആൾക്കാർ, അമ്മ മതേതരമായിട്ട് എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിലുള്ള ആൾക്കാരുള്ളതാണ്, ഇതിനകത്തേക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർഗീയ മതമോ ഒന്നും കൊണ്ടുവരണ്ട, ഒരു ഡൊണേഷനായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാൻ, ശരിയല്ല എന്നുള്ള നിലപാടെടുത്തതിൻ്റെ പേരിലാണ് കുട്ടിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ അൻസിബ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറയാൻ കഴിയത്തില്ല. ഒരു പാർട്ടിയോ ഇല്ലെങ്കിൽ ഒരു മതത്തെയോ അമ്മയുടെ സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ രീതിയിലായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും, അതൊരു മതത്തിൻ്റെ പേരിൽ മാത്രമാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം അൻസിബ തുറന്നു പറഞ്ഞത്. അൻസിബ മാത്രമല്ല തുറന്നു പറഞ്ഞത്, ചിലപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടായിരിക്കാം കുറച്ച് പേർക്ക് ക്രിമികടി തുടങ്ങിയത്. അതിൽ അൻസിബ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പലരും പറഞ്ഞു വയ്ക്കുന്നത്. അവിടേക്ക് നിർത്തിപ്പോവാനായിരിക്കും അൻസിബയെ ചൂണ്ടയിട്ട് പിടിച്ചത് ലക്ഷ്മിപ്രിയാണെന്ന് തന്നെ പറയാം. പിരിച്ചുവിട്ടിട്ട് നല്ലൊരു പാനൽ വെക്കട്ടെ, ഈ പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് ഇതൊരു ഗ്രൂപ്പാക്കി ഇത് ചളകുളവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ പ്രസിഡന്റ് പറഞ്ഞത്, അമ്മയിൽ നിന്നും പുറത്തു പോയിട്ടുള്ള എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളെയും തിരിച്ച് നമ്മൾ കൊണ്ടുവരും, അതിജീവിതയെ ഉൾപ്പെടെ. പിന്നീടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അൻസിബയാണ് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ചോദിച്ചപ്പോൾ അമ്മയിലെ ചില അംഗങ്ങൾ അതിപ്പോൾ വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പ്രസിഡന്റ് കമ്മിറ്റിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ അറിയണമല്ലോ നമുക്ക് ആരാണ് പറഞ്ഞത്. ഇവിടെ ഇനി ചെയ്യാനുള്ളത് ഇവരെല്ലാം പിരിച്ചുവിടുക. അമ്മയുടെ നേതൃത്വവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും എല്ലാം ആകെ വെട്ടിലായിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാം പിരിച്ചുവിടുക, അല്ലെങ്കിൽ വിവാദങ്ങളിൽ നിൽക്കുന്നവരെല്ലാം മാറ്റി നിർത്തുക, അതാണ് വേണ്ടത്. പക്ഷേ അവരെയൊക്കെ ഞങ്ങൾ എപ്പോഴും ചേർത്ത് പിടിക്കും എന്നുള്ള രീതിയിലാണ് അമ്മയുടെ നിലപാട്. അവിടെയൊക്കെ ടിനി ടോമിനെ ഇതൊക്കെ ബാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ പുറത്ത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലാണ്. അവിടെയൊക്കെ ടിനി ടോമിൻ്റെ മകൻ്റെ 1 മാസം മുമ്പുള്ള വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കാരണം അച്ഛൻ ഇപ്പോൾ എയറിലാണല്ലോ, അതുകൊണ്ട് തന്നെ മകനും അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് എയറിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ്. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ചീത്തവിളിയൊക്കെ. അതും വലിയ കാരണമൊന്നും വേണ്ട. പിന്നെ എതിർ നീക്കുന്ന ആളെ പറയുന്നുണ്ട് കഞ്ചാവ് അടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ കഞ്ചാവ് കേസിൽ പിടിച്ച വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും യോജിക്കുന്നില്ല. കാരണം 1 മാസം മുമ്പ് അങ്ങാണ്ട് കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തിരുന്നു. പക്ഷെ അത് ടിനി ടോമിൻ്റെ മകൻ യൂസ് ചെയ്യണ്ടോ എന്നൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ടും കുറവായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ടിനി ടോമിൻ്റെ മകൻ്റെ പ്രകടനം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ, വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ഞാനിവിടെ തന്നെ നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? തെരുവിളിക്കണ എന്തിനാ? പറയണ കേൾക്കണമല്ലോ. നീ എന്താ തെരുവിളിക്കണേ? നീ തെരുവിളിക്കുക, ഞാൻ കൊച്ചാൻ പറഞ്ഞ കേട്ടില്ല, നീ തെരുവിളിക്കുക, പറഞ്ഞ കേട്ടില്ല, നീ തെരുവിളിക്കുക, പറഞ്ഞ കേട്ടില്ല, നീ തെരുവിളിക്കുക, പറഞ്ഞ കേട്ടില്ല, നീ തെരുവിളിക്കുക. എടുത്തെറിയടാ വൈര്, നീ എറിയടാ, എറിയടാ, നീ ഇങ്ങോട്ട് നെഞ്ചത്തിട്ടെറി, നീ ഇപ്പെറി, എറിയടാ. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. ടിനി ടോമിന്റെ സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. എടാ അർച്ചിത്തൂണേ, ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. ചേട്ടാ എന്റെ പേര് ശബരീഷ് എന്നാണ്. നീ ആരാ? ഇവനാണ് ഇവനാ സംസാരിച്ചത്. പറഞ്ഞു. ടിനി ടോമിന്റെ മകനാണ്, സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. കഞ്ചാവ് അടിച്ച് കഴിഞ്ഞ തവണ പാതാളത്തെ വണ്ടി ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസിൽ പോയി. ഇപ്പൊ അതേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. അവിടെയൊക്കെ ആലോചിക്കേണ്ടത് ഇദ്ദേഹത്തിന് ധൈര്യമൊക്കെ കിട്ടുന്നത് അച്ഛനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇമാതിരിയുള്ള പരിപാടിക്കൊന്നും ധൈര്യം കാണത്തില്ല.
അവിടെയൊക്കെ വീഡിയോ എടുത്ത ആൾക്കും എന്തെങ്കിലും ലക്ഷ്യം കാണുമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം കാണുമായിരിക്കും. അതും അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ടിനി ടോമിൻ്റെ മകനും പണി കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണെന്ന്. ആ പണി ഞാനിനി ഏറ്റെടുക്കുകയാണ് എന്ന രീതിയിലാണ് ടിനി ടോമിൻ്റെ മകൻ്റെ പ്രകടനവും. അല്ലെങ്കിൽ ടിനി ടോമിൻ്റെ മകനൊന്ന് ചിന്തിക്കേണ്ടതാണ്, ഇതൊക്കെ നാളെ പ്രശ്നങ്ങളായി തീരത്തേ ഉള്ളൂ. കാരണം അച്ഛൻ്റെ പേര് ടിനി ടോം എന്നായതുകൊണ്ട് തന്നെ എല്ലാവരും നാളെ ഇതെടുത്ത് റിയാക്ട് ചെയ്യും, അത് ട്രോളുകളാവും എന്നുള്ള കാര്യമൊക്കെ അവനൊന്നും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ അന്ന് കാണിച്ച പ്രവൃത്തിയെല്ലാം ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങോട്ട് പറ, എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. ടിനി ടോമിന്റെ മോനാണ് കേട്ടോ ചേട്ടാ. വിജയ് മോഹൻ പൊളി പൊളി. ഇവിടുത്തെ പ്രസിഡന്റാ. നിങ്ങൾക്ക് ഇതല്ല പ്രശ്നം. വിജയ് മോഹൻ എന്റെ ആരാ? നിങ്ങളുടെ വില്ലയുടെ പ്രസിഡന്റ് ഇവിടുത്തെ അസോസിയേഷൻ. വില്ലയുടെ പ്രസിഡന്റാ? വില്ലയാളുടെ പേരിലല്ലല്ലോ, വില്ലയാളുടെ പേരിലല്ലല്ലോ, എന്റെ പേരിലാ, എന്റെ പേരിലാ. ഇവിടെയൊക്കെ ഇവരെല്ലാം ഒരു വില്ലയിൽ തന്നെ താമസിക്കുന്നവരാണ്. പരസ്പരമുള്ള വൈരാഗ്യം വെച്ച് ഒരാൾക്ക് പണി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ടിനി ടോമിൻ്റെ മകൻ നല്ല കുട്ടിയാണെന്നല്ല പറയുന്നത്, കയ്യിൽ കുറച്ച് കുറുമ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനൊരു അവസ്ഥ വന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഈ വീഡിയോ എടുത്തൊരു വ്യക്തി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് താൻ വീഡിയോ എടുത്തതെന്നും ഇതിനു മുമ്പ് എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം വേറൊന്നുകൊണ്ടല്ല, ഇന്നലെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ മകനിൽ നിന്നും വളരെ മോശമായിട്ട് ഒരു ബിഹേവിയർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, 4 മണിക്ക് ഞാനും എൻ്റെ മകനും കാർ പോർച്ചിൽ കളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ ആഡം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ മസ്താങ്ങിൻ്റെ നമ്പർ ഞാൻ പറയാം, KL16W7000 എന്ന് പറയുന്ന മസ്താങ്. അപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എനിക്കറിയില്ല ആരാണെന്ന്. പോകുമ്പോൾ വീടിന്റെ സൈഡിലുള്ള ഒരു ഹമ്പിൽ നന്നായി റേസ് ചെയ്യിച്ചപ്പോൾ എൻ്റെ മോൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഓക്കെ, ഇതിനെ തുടർന്ന് ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മോനെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, മീൻസ് ത്രോട്ടിൽ നിന്ന് കാലെടുക്കണം. എൻ്റെ മോൻ പേടിച്ചു, അവൻ വീണു, ഭയത്തിനൊന്നും പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം യു ടേക്ക് കെയർ എന്ന് പറഞ്ഞപ്പോൾ വളരെ അരഗണ്ടായിട്ട് എന്നോട് സംസാരിക്കുകയായിരുന്നു ഉണ്ടായത്. ഞാൻ ആ ഒരു ഫസ്റ്റ് കോൾ റെക്കോർഡ് ചെയ്തില്ല. ഇവിടെ ഈ വ്യക്തി അങ്ങനെ പറയാനുള്ള കാരണം തന്നെ ആ കുട്ടി വീണതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഒരുപക്ഷെ കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളെപ്പോലെ അല്ല, കുട്ടികൾ പെട്ടെന്ന് പേടിക്കും. അത് കേൾക്കുമ്പോൾ നമുക്കും നമ്മുടെ മനസ്സിലൊരു വേദന തോന്നും. എന്തായാലും കാര്യങ്ങൾ ചോദ്യം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് മാന്യമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു കശപിശ എന്നാണ് പറയുന്നത്. ഇനി ഇദ്ദേഹം മാന്യമായിട്ടാണോ സംസാരിച്ചതെന്നൊന്നും അറിയത്തില്ല. ആദ്യത്തെ കുറേ ഭാഗത്തുള്ള വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല. ആ വീഡിയോയുടെ തുടക്കത്തിൽ എന്താണ് നടന്നതെന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നതല്ലാതെ വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ ടിനി ടോമിൻ്റെ മകൻ അതിനെതിരെ വീഡിയോ ഇട്ട് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇവിടെ അതും നമ്മൾ കണ്ടില്ല. അപ്പോൾ വണ്ടിക്ക് റേസ് ആവുന്നതാണ്. ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ഞാൻ കാര്യം പറയാം, നിനക്ക് പറയാം, നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്, മനസ്സിലായല്ല? അല്ല, നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട, കേട്ടല്ലോ? നീ മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട മോനെ, മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വിത്ത് ഓൾ റെസ്പെക്ട്, ദിസ് ഈസ് മൈ. നീ പതുക്കെ പോവാ, നീ വണ്ടിയും കൊണ്ട് പതുക്കെ പോവാ, അത്രേ ഉള്ളൂ കേട്ടോ. ടിനി ടോമിന്റെ മകനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മകനാണ്. റിവർ സൈഡിലുള്ള വില്ലയിലെ താമസമാണ്. ഇതാണ് എന്റെ ഒരു സംസ്കാരം. ഡിവൈഎസ്പി മുതലുള്ളവരെ വിളിച്ചേക്കാണ്. ഞാനാണെങ്കിൽ എനിക്ക് ഇത്രയും സ്വാധീനമുണ്ടോ ഡിവൈഎസ്പി മുതലുള്ളവരെ? ഡിവൈഎസ്പി CA പറഞ്ഞു, ഡിവൈഎസ്പിയെ വിളിച്ചു, ഡിവൈഎസ്പി CA വിളിച്ചു, അങ്ങനെ ബാക്കിയുള്ള നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് ഇവൻ പറയുന്നത് ഞാൻ ഇവനെ മുറി അടച്ചിട്ട് തെറി വിളിച്ചു, ചീത്ത പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിയിട്ടോ ഇവന് യാതൊരു വിധ മര്യാദയില്ല. കേസ് എല്ലാവർക്കും ഒതുക്കി തീർക്കണം. ടിനി ടോമിന്റെ മോൻ ഇമേജിനെ ബാധിക്കും,
ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് നേരെ തിരിച്ചും വരുന്നു. എന്തിന്? ഞാൻ കഞ്ചാവെന്ന് പറഞ്ഞു. ടിനി ടോമിന്റെ മകൻ ഇമേജിനെ ബാധിക്കും. ഇപ്പൊ അങ്ങനെ ഒരു പേടി വേണ്ട. കാരണം അച്ഛന്റെ ഇമേജിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ത്രീകൾക്കേറെ മോശമായിട്ടാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു കേസ് വരുന്നുണ്ട്. അത് ഒരു നടി തന്നെയാണ് കൊടുക്കുന്നത്, അൻസിബ എന്നാണ് പേര്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഇമേജിനെ ബാധിക്കുമെന്ന് മകൻ ഇനി ഒരു പേടിയും വേണ്ട. ഓർത്തിരിക്കണം, ഇതൊക്കെ എത്ര നാള് ഈ മീഡിയ കാണുമെന്ന് അറിയത്തില്ല. അടുത്തൊരു കേസ് വരുമ്പോൾ ഇതൊക്കെ അങ്ങ് പോവും. ആ ഒരു രീതിയിലാണ് നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ടിനി ടോമിനെതിരെ ആദ്യം കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയാണ് നീന കുറുപ്പ്. നീന കുറുപ്പിനെ തെറി വിളിച്ചു എന്ന രീതിയിലാണ് നീന കുറുപ്പ് പരാതിപ്പെട്ടത്. ആ പരാതിയിലാണ് അൻസിബയെക്കുറിച്ച് ഇങ്ങനെ മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്നും അൻസിബ മതപരിവർത്തനം നടത്തിയെന്നുള്ള കാര്യവും ടിനി ടോം പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നീന കുറുപ്പിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കംപ്ലൈന്റ് ഞാൻ അസോസിയേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബൈലോ അനുസരിച്ചിട്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ പുറത്തല്ല തീർക്കാൻ നോക്കേണ്ടത്. ആദ്യം നമ്മൾ അസോസിയേഷന്റെ ഉള്ളിലാണ് തീർക്കാൻ നോക്കേണ്ടത്. അതാണ് നമ്മുടെ ബൈലോ നിയമമുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടൈം ടു ദി അസോസിയേഷൻ. അതിന്റെ ഭാരവാഹികൾക്ക് ടൈം കൊടുക്കണം എന്ന് തന്നെയാണ് ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവരത് ടേക്കപ്പ് ചെയ്യും. അടുത്ത ദിവസം തന്നെ അത് ടേക്കപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കംപ്ലൈന്റ് കൊടുത്തിട്ട്. സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം അത് ടേക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ടേക്കപ്പ് അവർ ചെയ്യും. ഐ വാസ് കൺഫ്യൂസ്. കൊടുക്കണ്ടേ. പിന്നെ എവിടെയോ എനിക്കൊരു പോയിന്റ് തോന്നി, കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരു രീതിയിൽ ആ ഒരു അന്യായമോ അനീതിയോ വളർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്, അല്ലെ? സോ ഐ ഫെൽറ്റ്, ഒരു പോയിന്റിൽ എനിക്ക് പെട്ടെന്ന് തോന്നി ഐ ഷുഡ് റിയാക്ട് ഓർ റെസ്പോണ്ട് ടു ദാറ്റ്. അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അതിൽ ടൈം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും സംഘടന അത് ടേക്കപ്പ് ചെയ്യും. ഐ ബിലീവ് ഇൻ മൈ അസോസിയേഷൻ. എന്നോട് ചോദിച്ചു ഇങ്ങനെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ അത് ടേക്കപ്പ് ചെയ്യണോ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം, ഐ നോ ദ സിറ്റുവേഷൻ ഇൻസൈഡ്, അല്ലെ? നമ്മളെല്ലാവരും സ്ട്രെസ്ഡ് ആണ്. വേറെ പല കാര്യങ്ങളും കൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ്. വേറെ പല ഇഷ്യൂസിൽ നമ്മളിപ്പോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാര്യം അവിടെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻസിബ വളരെ സത്യമുള്ള ഒരു കുട്ടിയാണ്. ഞാൻ അൻസിബയെ അടുത്തറിയുന്നത് ഈ കമ്മിറ്റിയിൽ മെമ്പർ ആയതിനു ശേഷമാണ്. ഇവിടെയൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ്. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന നിലയിൽ തന്നെയാണ് നീന കുറുപ്പ് പറയുന്നത്. ഇനി ഇതൊക്കെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം തീർക്കാനാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയത്തില്ല. അതൊക്കെ ചിലപ്പോൾ അവിടെ CCTV ദൃശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ഉണ്ട്, നല്ല ക്ലാരിറ്റിയിലെല്ലാം കേൾക്കാൻ കഴിയുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഓഡിയോ ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ആരാണ് കുറ്റം ചെയ്തത്, ആരാരെ തെറി വിളിച്ചിട്ടുണ്ട്, ആരാരെക്കുറിച്ചൊക്കെ ആരോപണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാവുന്നതാണ്. എന്നിരുന്നാൽ പോലും അമ്മ എന്ന സംഘടനയിൽ ഇപ്പോൾ സ്ത്രീ ഒരു പ്രസിഡൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് അതിജീവിതയുടെ കേസാണ്. ആ കേസ് മൂലമാണ് സ്ത്രീകൾക്ക് സംരക്ഷണം വേണമെന്നുള്ള രീതിയിൽ പുതിയൊരു പ്രസിഡൻ്റായിട്ട് സ്ത്രീ തന്നെ വന്നത്. എന്നാൽ ആ സ്ത്രീയെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് പരിഹരിക്കാനോ അതിൽ മേലൊരു തീരുമാനമെടുക്കാനോ പണിഷ്മെൻ്റ് കൊടുക്കാനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതൊരു കഴിവുകേടായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഒന്നുകിൽ ഇത് പിരിച്ചുവിടുക, ഇല്ലെങ്കിൽ ഇതിനൊക്കെ നല്ല പണിഷ്മെൻറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ ആരോപണക്കാരെ മാറ്റി നിർത്തി അന്വേഷിക്കുക. അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.